കേരള ഗവർണറുമായിട്ട് വീണ്ടും സർക്കാർ പോരിലാണ്. ആദ്യമായിട്ട് നമ്മുടെ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ വീണ്ടും ബില്ല് പാസ്സാക്കാതെ ഒപ്പിടാതെ തിരിച്ചയച്ചിട്ടില്ല. ആ ഒരു തർക്കത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങളെല്ലാം അതുപോലെ തന്നെ നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രശ്നങ്ങൾ വഞ്ചി ഇപ്പോഴും തിരുനക്കരെ എന്നുള്ള ഒരു ചൊല്ലുണ്ടല്ലോ, അതുപോലെ തന്നെ നിൽക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ അല്പം ഒരു പിന്നടത്തം നടന്നാൽ മന്ത്രിസഭയുടെ 4ാം വാർഷികം, അതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ 80ാം പിറന്നാൾ ദിനത്തിൽ മധുരവുമായിട്ട് ക്ലിഫ് ഹൗസിലേക്ക് ഗവർണർ പോയിരുന്നു. വെളുക്കെ ഒരു ചിരിയും ചിരിച്ച്, രണ്ടുപേരും ചിരിച്ച്, അതിൻ്റെ ഫോട്ടോയും ഒക്കെ പത്രങ്ങളിലുമൊക്കെ വന്ന് ഇവർ തമ്മിലങ്ങ് വളരെ ബാന്ധവമായി കഴിഞ്ഞു, ഐക്യമായി കഴിഞ്ഞു, സമരസപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളൊരു ബോധ്യത്തിലായിരുന്നു കേരളത്തിലെ ജനങ്ങൾ. ദേശാഭിമാനി പത്രം, അതുപോലെ CPM സെക്രട്ടേറിയറ്റ്, ഗവർണർ എല്ലാവുമായിട്ടും യോജിച്ചു പോകുന്നു എന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. ഇവിടെ നേരത്തെയുള്ള ഗവർണറുമായിട്ടുണ്ടായിട്ടുള്ള കശപിശയ്ക്ക് ഒക്കെ ഒരു പരിഹാരമായി ഇനി സമാധാനമായിട്ട് ഭരണം നടത്താം, ഇഷ്ടം പോലെ അഭീഷ്ടം പോലെ എന്നൊരു ധാരണയിലാണ് ഈ ഭരണം നിരാകേന്ദ്രവും അതുപോലെ തന്നെ CPM കേഡറുകളും അതുപോലെ തന്നെ അവരുടെ ഭാരവാഹികളും എല്ലാം തീരുമാനിച്ചു വെച്ചിരുന്നു. അങ്ങനെ ഉറപ്പിച്ചു വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഗവർണറെ കിട്ടി. കുറച്ചുകൂടെ പിന്നർത്ഥം നടന്നു കഴിഞ്ഞാൽ വിമാനത്താവളത്തിലേക്ക് അദ്ദേഹത്തെ പൂച്ചെണ്ടുമായിട്ട് സ്വീകരിച്ചു വരുന്നതിൻ്റെ ഒരു ആവേശം എന്ന് പറഞ്ഞാൽ BJPക്കാർക്ക് പോലും പ്രധാനമന്ത്രി വരുമ്പോൾ ഇല്ലാത്ത ആവേശത്തോടു കൂടിയാണ് അദ്ദേഹത്തിനെ ചുവപ്പ് പരവതാനിയും വെച്ച് സ്വീകരിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ഇദ്ദേഹത്തെ പോയി കാണുന്നുണ്ട്, ഇവർ തമ്മിൽ കാണുന്നുണ്ട്, ഇരുന്ന് ചിരിക്കുന്നുണ്ട്, വെളുക്ക ചിരിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ സൗമ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുന്ന ശരീരഭാഷയും വാക്കുകളും ഒക്കെ തന്നെയാണ് അദ്ദേഹം പ്രയോഗിച്ചുകൊണ്ടേയിരുന്നത്. അങ്ങനെ ഒരു സന്തോഷം, ഒരു കോംപ്ലൈസൻസി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പ്രസാദ മാധുര്യം ഇങ്ങനെ അനുഭവിച്ച് CPM ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ആകാശത്തു നിന്ന് ഇടിവാൾ വീശിയതുപോലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നേരത്തെയുള്ള ഗവർണർ ചെയ്തതുപോലെ തന്നെ ഒരു പ്രവൃത്തിയിലേക്കാണ് ഇപ്പോൾ ഗവർണർ. അതായത് സർവകലാശാല നിയമം അതിൽ ഒപ്പിടുകയില്ല, അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞു. ഈ സർവകലാശാല നിയമം എന്ന് പറയുന്നതിൽ ഗവർണറെ കൊണ്ട് ഒപ്പിടിക്കുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ഗവർണർ ഇരുന്ന കാലത്തും ഈ ഗവർണർ വന്ന കാലത്തും അവരുടെ വെല്ലുവിളി. CPMൻ്റെ പ്രധാനപ്പെട്ട അജണ്ടകളിലൊന്നാണ് സർവകലാശാല ചാൻസലർ എന്നുള്ള നിലയിലുള്ള എല്ലാ അധികാരങ്ങളും ഇല്ലാതാക്കുക, ആ ചിറകുകൾ അരിയുക, എന്നിട്ട് തങ്ങളുടെ ഇഷ്ടപ്രകാരം CITUക്കാരെയോ DYFIക്കാരെയോ ഒക്കെ തന്നിഷ്ടം പോലെ അവിടെ നിയമിച്ച്, അവർക്കാണെങ്കിലോ സൗജന്യങ്ങൾ അല്ലാതെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഗവർണർ ഇരുന്നപ്പോഴും. അതായത് പരീക്ഷ എഴുതാതെ തന്നെ വിജയിപ്പിക്കുക, പിന്നെ അതുപോലെ തന്നെ BCom പാസ്സാവാതെ തന്നെ MComന് അഡ്മിഷൻ കൊടുക്കുക. ഇങ്ങനെയൊക്കെ അത്ഭുത വൈചിത്രങ്ങൾ. അതുപോലെ തന്നെ വാഴക്കുല എഴുതിയ കവിയെപ്പോലും അറിയാത്ത ആൾക്കാർക്ക് ഡോക്ടറേറ്റ് കൊടുക്കുക. ഇങ്ങനെയുള്ള അക്കാദമികമായിട്ടുള്ള വിപ്ലവങ്ങൾ അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അത് നേരത്തെയുള്ള ഗവർണർ ഇന്നപ്പോൾ തന്നെ ചെയ്തിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു വിപ്ലവകരമാക്കണ്ടേ CPMൻ്റെ ഒരു ഭരണമൊക്കെ ആകുമ്പോൾ? അത് വിപ്ലവാത്മകമാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത പണിയാണ്. മുഖ്യമന്ത്രി തന്നെ ഇരുന്ന് ഭരിച്ച, വൈസ് ചാൻസലറായിട്ട് ഇരുന്ന് ഭരിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇതിന് നേരത്തെ ഇരുന്ന ഗവർണർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നതോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാം ഞാൻ സമ്മതിച്ചു തരാം, പക്ഷേ ഒരു ഗവർണർ ആണ് ഞാൻ, ആ രാജ്ഭവനിലേക്ക് കൺസേൺഡ് മന്ത്രി വരണം എന്നായിരുന്നു അദ്ദേഹം വെച്ചിരുന്നൊരു ഡിമാൻഡ്. നമുക്കെല്ലാം അറിയാം. അപ്പോൾ ആ ഡിമാൻഡ് ആ ഗവർണർ പറഞ്ഞപ്പോൾ അനുസരിച്ചില്ലെങ്കിലും ഉദ്യോഗസ്ഥരെയായിരുന്നു അയക്കുന്നത്, സെക്രട്ടറിയൊക്കെയാണ്. ഇപ്പോൾ മന്ത്രി ബിന്ദുവിനെ തന്നെ രാജ്ഭവനിലേക്ക് അയച്ചിട്ട് ചർച്ച നടത്തി, ഗവർണറെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കൊണ്ടുവരാൻ പോകുന്നത്, അതായത് നമ്മുടെ കേരള സർവകലാശാല, MG സർവകലാശാല, അതുപോലെ ക്യുസാറ്റ് ടെക്നിക്കൽ സർവകലാശാല, അങ്ങനെയുള്ള എല്ലാ പ്രധാനപ്പെട്ട സംസ്കൃത സർവകലാശാല, മലയാളം, തിരൂർ, ഈ സർവകലാശാലകൾക്കെല്ലാം വേണ്ടിയിട്ട് സമഗ്രമായിട്ടുള്ള നിയമങ്ങളൊക്കെ തയ്യാറാക്കി കൊടുത്തിരിക്കുക. അതാണ് സർവകലാശാല നിയമം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വൈസ് ചാൻസലർ ഇവർ നിയമിക്കും, ഗവൺമെൻറ് നിയമിക്കും. ചാൻസലർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയായിരിക്കും. വൈസ് ചാൻസലർ പഴയതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി തുടരുകയും ചെയ്യും. ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഗവർണറുടെ സ്ഥാനം പോയി. അങ്ങനെ ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞ് ഗവർണർ അതിന് സന്തോഷപൂർവ്വം അങ്ങ് ഒപ്പിട്ട് കൊടുക്കും. കേക്കൊക്കെ കൊണ്ടു തന്നതാണല്ലോ ജന്മദിനത്തിൽ, ആ സന്തോഷ മാധുര്യത്തോടു കൂടി തന്നെ ഇത് ഒപ്പിടും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ്, വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇവിടെ പോയത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇതിപ്പോൾ എനിക്ക് തോന്നുന്ന ആഴ്ചകൾ കഴിഞ്ഞു, ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. ഇതുവരെ ഗവർണർ ഒപ്പിട്ടിട്ടില്ല.
തീരുമാനമെടുത്തിട്ടില്ല. തീരുമാനമെടുത്തില്ലെന്ന് മാത്രമല്ല, ഇത് ഇപ്പോൾ നമ്മൾ അറിയുന്നത്, നമുക്കറിയാൻ കഴിയുന്ന വിവരം, ഈ ബില്ല് തീരുമാനത്തിനായിട്ട് പോകുന്നത് രാഷ്ട്രപതിയുടെ അടുത്തേക്ക്, ഗവർണർ എടുക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇവിടെ തമിഴ്നാടിൻ്റെ ഒരു സമാനമായിട്ടുള്ളൊരു ബില്ല് വന്നപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ അങ്ങനെ തീരുമാനമെടുക്കാൻ അധിക കാലം വെച്ചുകൊണ്ടിരിക്കരുതെന്നായിരുന്നു 2 അംഗ സുപ്രീം കോടതി ബെഞ്ചിൻ്റെ തീരുമാനം. അതിൽ ആസ് ഏർലി ആസ് പോസിബിൾ എന്ന് ഭരണഘടന പറയുന്നതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് തങ്ങൾക്ക് അധികാരമുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോഴും സംശയമുള്ള ഒരു വിധി നിർണയത്തിലൂടെ അവർ പറഞ്ഞത് ഏറിയാൽ 3 മാസം, അതിനപ്പുറം അങ്ങോട്ട് നീട്ടിക്കൊണ്ടാൻ പാടില്ല എന്നൊരു അന്ത്യശാസനം കൊടുത്തു കോടതി. ഗവർണറും നമ്മുടെ മന്ത്രി ആർ ബിന്ദുവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി അവർ ഒരു സമവായത്തിൽ എത്തിയിരുന്നു. പിന്നീട് എന്താണ് ഇവർക്ക് വീണ്ടും പ്രശ്നമായത്? കാരണം ഇപ്പോൾ പറയുന്നത് ഗവർണറെ മറികടന്ന് സർവകലാശാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദീകരണം തേടാനുള്ള ബില്ലുകൾ മന്ത്രിക്ക് അധികാരം നൽകുന്നുണ്ട്. മന്ത്രി നൽകുന്ന നിർദ്ദേശം സർവകലാശാല പാലിക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നു. മാത്രമല്ല, സംസ്ഥാന നിയമങ്ങൾക്കെതിരെ സർവകലാശാല ജീവനക്കാർ സമരം ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ കേന്ദ്ര നിയമത്തിനെതിരെ പാടില്ലെന്നും വ്യവസ്ഥ ചൂണ്ടിക്കാട്ടും. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ടും ചുരുക്കം പറഞ്ഞാൽ ഗവർണറെ മറികടന്ന് സർവകലാശാലയിലെ എല്ലാ അധികാരങ്ങളും അത് മന്ത്രിക്ക് പറഞ്ഞ് അവിടെ ഇത് ചെയ്യാനുള്ള ഇതുണ്ട്. എന്ന് വെച്ചാൽ ഒരു ചർച്ചകളൊക്കെ നടത്തിയിട്ട് പിന്നെ അതിനിടയ്ക്കൂടെ ചില കാര്യങ്ങളൊക്കെ തിരികെ കയറ്റി, ചുരുക്കം പറഞ്ഞാൽ ഒരു നയത്തിൽ ഗവർണറെ അങ്ങ് മൂലയ്ക്ക് ഇരുത്താം എന്ന് കരുതി. പക്ഷെ സാർ ആദ്യം പറഞ്ഞതുപോലെ വളരെ നിഷ്കളങ്കനായ കുലീനനായ ഗവർണർ. ഇവിടെയാണ് അതിന്റെ തമാശ. നോക്കൂ, പറഞ്ഞിരിക്കുന്ന വാക്യം കേട്ടോ, സംസ്ഥാനത്തിനെതിരെ സമരം നടത്തരുത്. എല്ലാവരുടെയും സമരത്തിന് വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇവിടെ സംസ്ഥാനത്തിനെതിരെ സമരം ചെയ്യരുത്, നിങ്ങൾ വേണമെങ്കിൽ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തോണം എന്ന് പറഞ്ഞാൽ അവിടെ കലക്കണം ഭരണം, ഇവിടെ കലക്കാൻ പാടില്ല. ഇത് തന്നെയല്ലേ ഇവർ ആശാവർക്കർമാരോടെയും പറഞ്ഞത്? ഇവിടെ വന്ന് സമരം ചെയ്യരുത്, നിങ്ങൾ കേന്ദ്രത്തിനെതിരെ അവിടെ പോയി ജന്തർ മന്ദറിൽ പോയി സമരം ചെയ്യുക. അതുപോലെ തന്നെ CPM-ലെ CPM പാർട്ടി നേതാവ് അധ്യാപക സംഘടനാ നേതാവായ CPM-ന്റെ അധ്യാപക സംഘടനാ നേതാവായ സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള S. നസീബിന് കരാർ നിയമന കാലാവധി കൂടി കണക്കിലെടുത്ത് അസോസിയേറ്റ് പ്രൊഫസർ എന്ന തസ്തികയിലേക്ക് നൽകാനുള്ള സിൻഡിക്കേറ്റ് തീരുമാനം കൂടി ഇപ്പൊ ഗവർണർ നിർത്തലാക്കിയിരിക്കണം. മാത്രമല്ല 3 VC-മാരെ ഇനി അവരുടെ കാലാവധിയും ഇത്തരത്തിൽ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിന്റെ നിയമനം, അവർക്ക് ഇതിനുള്ള നിയമനം ഇപ്പൊ ഗവർണർ അത് ഒപ്പിട്ടിട്ടില്ല. ഇവരുടെ എന്ന് പറഞ്ഞാൽ നെപ്പോട്ടിസം എന്ന് വെച്ചാൽ അവര് കൊണ്ടുവരുന്ന, അതായത് മന്ത്രിസഭയിൽ അല്ലെങ്കിൽ ഇവർ കൊണ്ടുവരുന്നവരെ നിയമിക്കണം. അവരുടെ കരാർ നിയമനം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ അസിസ്റ്റന്റ് പ്രൊഫസറാക്കി അല്ലെങ്കിൽ സ്ഥിര നിയമനത്തിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള അതാണ് വിചിത്രമായിരിക്കുന്നു. കേന്ദ്രത്തിനെതിരെ നിങ്ങൾ സമരം ചെയ്യണം, കേരളത്തിനെതിരെ സമരം ചെയ്യരുത് എന്ന് പറഞ്ഞു. നസീബിന് പ്രൊമോഷൻ കൊടുക്കണം. നസീബിന് അതാണ് ഇതിന് മുന്നേ ഉള്ള ആൾക്കാരോ സ്വജനപക്ഷപാതം നടത്തുകയാണ്. അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് പ്രൊമോഷൻ കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് തല്ലിക്കൂട്ടിയ ഒരു ബില്ലാണ്. ആ ബില്ലായതുകൊണ്ടാണ് ഗവർണർ ഇതിൽ സംശയം പ്രകടിപ്പിച്ചത്. അപ്പം മധുരത്തിൽ ചേർത്ത് കൊച്ചുകുട്ടികൾക്കൊക്കെ നമ്മൾ മധുരം കൊടുത്തിട്ട്, ഇടം മോനെ ആ കടയിൽ പോയി ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് സിഗരറ്റ് വാങ്ങിച്ചുകൊണ്ട് പോവാ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഗവർണറെ ഞാൻ കയ്യിലെടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ രാജേന്ദ്ര അർലേക്കർ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരാളല്ല. പ്രത്യയശാസ്ത്രത്തിൻ്റെയാണ്, RSS പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളാണ് അദ്ദേഹം. അതുകൊണ്ടാണ് എസ് ഗുരുമൂർത്തി ഇന്ന് വരെ ഒരു ഗവർണറും ചെയ്തില്ലാത്തതുപോലെ രാജ്ഭവനിലേക്ക് എസ് ഗുരുമൂർത്തി എന്ന് പറയുന്ന RSSൻ്റെ അടിയുറച്ച പ്രത്യയശാസ്ത്ര വക്താവായിട്ടുള്ള ആളിനെ അവിടെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചാണ്, പാകിസ്ഥാൻ്റെ എല്ലാ കളികളും അതുപോലെ തന്നെ അത് മതപരമായിട്ടുള്ള ഒരു ഭീകരാക്രമണമായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പൊളിച്ചടുക്കി, വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പൊളിച്ചടുക്കിക്കൊണ്ടാണ് പോയത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പാകിസ്ഥാൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ ഹിന്ദു വിരോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് എന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. അതിലൊക്കെ വളരെ തന്ത്രപരമായിട്ടുള്ള നിശബ്ദത പാലിച്ച ഗവൺമെൻറ്റിനാണ് ഇപ്പോൾ ആ ഗവർണറുടെ കയ്യിൽ നിന്ന് നേരത്തെയുള്ള ഗവർണറുടേതുപോലെ തന്നെ സമാനമായിട്ടുള്ള ഒരടി ഏറ്റിരിക്കുന്നു. ഇവിടെ ഒന്നും തീരാൻ പോകുന്നില്ല. ഇപ്പം തമിഴ്നാടിന് അനുകൂലമായിട്ടൊരു വിധി വന്നു. ആ വിധി വന്നതുകൊണ്ട് ആശ്വസിച്ചിരിക്കുകയായിരുന്നു. അതുപോലെ
ഇപ്പോൾ ഗവർണറുടെ ഒപ്പിടാതെ രാഷ്ട്രപതിയുടെ ഒപ്പിടാതെ കോടതി അംഗീകരിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അത് അപ്രൂവ് ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ തടസ്സവാദം ഉന്നയിച്ചിരിക്കുകയാണ് രാഷ്ട്രപതി തന്നെ. സംശയ നിവാരണം അതിന് വകുപ്പുണ്ട്, സംശയം നിവർത്തണം. പക്ഷേ എന്നാലും തമിഴ്നാട്ടിൽ അത് സ്വയം പാസ്സാക്കി വിട്ടിട്ടില്ല. ഇല്ല, അതറിഞ്ഞല്ലേ ഹൈക്കോടതി സുപ്രീം കോടതി അത് പാസ്സാക്കിയെങ്കിലും പിന്നീട് തമിഴ്നാട് ചെന്നൈയിലെ മദ്രാസ് ഹൈക്കോടതി എന്നാണ് അതിന് പറയുന്നത്. മദ്രാസ് ഹൈക്കോടതി അത് തടഞ്ഞു, സ്റ്റേ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ആ കോടതി 2 അംഗ ബെഞ്ച് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴത് പ്രായോഗികമായിട്ടില്ല, ഫലത്തിൽ വന്നിട്ടില്ല. തമിഴ്നാട്ടിൽ അത് ഫലത്തിൽ വന്നില്ല, ഇവിടെയും അത് ഫലത്തിൽ വരാൻ പോകുന്നില്ല. തടസ്സങ്ങളുണ്ട്. ഈസിയാണെന്ന് വിചാരിച്ചു, അത്ര ഈസിയൊന്നും അല്ല. നിയമവിരുദ്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നതിന് ഇപ്പോഴും തടസ്സങ്ങളുണ്ട് എന്നുള്ളതാണ് ഗവർണറുടെ ഈ നിലപാട് വ്യക്തമാക്കുന്നത്.